ഹായ്, ഗുഡ് മോർണിംഗ്. മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗാർഡൻ്റെ പണി എന്താണെന്നോ, കുറച്ച് പെറ്റൂണിയയുടെ തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി ഒന്ന് നട്ടു കൊടുക്കണം കേട്ടോ. അതാണ് ഇന്നത്തെ പരിപാടി. മാറ്റി നട്ടു കൊടുക്കുന്നത് ചെറിയ കവറുകളിലാണ്. ഈ കവറ് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ പേപ്പർ ഗ്ലാസ്സിലാണ് വെച്ച് കൊടുത്തത്. പേപ്പർ ഗ്ലാസ് അത്ര സ്യൂട്ടബിൾ അല്ല, കാരണം ഈർപ്പമൊക്കെ വരുമ്പോൾ അത് ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാകുമ്പം അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള കവേഴ്സുകൾ നമ്മൾ മേടിച്ച് കൊടുത്ത് ഇതിൽ പൊട്ടി മിക്സ് നിറച്ചിട്ടാണ് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ഒത്തിരി പെറ്റൂണിയയുടെ തൈകൾ മാറ്റി നട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഉഷാറായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. സെയിൽ പോസ്റ്റ് ആകുന്ന നേരത്ത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് പറിച്ച് മാറ്റി നട്ട് കൊടുക്കാം. മണ്ണും മണലും മാത്രമാണ് ഇതിൻ്റെ അകത്ത് മിശ്രിതം കേട്ടോ. പിന്നെ ഇത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇത് പ്ലാസ്റ്റിക് കവറാണ്. അപ്പം ഇതിൻ്റെ ഒത്തിരി ലെങ്ത് ആയതുകൊണ്ട് ഞാനത് കണ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാൻ പാടില്ല കേട്ടോ. പ്ലാസ്റ്റിക് നമ്മൾ പ്രകൃതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രമാത്രം ദോഷകരമാകുമെന്ന് ഞാൻ പറയുന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ഒരു വേസ്റ്റുകളും, ഇതിൻ്റെ തന്നെയല്ല എന്തിൻ്റെ ആണെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത്. ഇപ്പോൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലൊക്കെ ഇത് ശേഖരിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലോട്ട് നമ്മൾ ഇതങ്ങ് കൊടുത്തേക്കുക കേട്ടോ. അപ്പം എല്ലാവരും അത് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു നമ്മളൊരു ശീലം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് തുടർന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പ്ലാസ്റ്റിക് എന്ത് സാധനങ്ങൾ എടുത്താലും അത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ശേഖരിച്ച് വെച്ചിട്ട് അവർ വരുമ്പോൾ കൊടുത്തു വിടുക കേട്ടോ. അപ്പോൾ ശീലിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പാലിക്കുകയുള്ളെന്ന് പണ്ട് കാലത്തെ ആളുകൾ പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെ ശേഖരിച്ച് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ടും അത് അവർ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനും പറ്റും. പ്രകൃതിയെ സംരക്ഷിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രകൃതി തിരിച്ച് അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമുക്കൊന്ന് പറിച്ച് മാറ്റി നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാന്റ്സുകളൊക്കെ നട്ടിട്ടുണ്ട്. ഇതൊന്ന് നനച്ചേച്ച് ഒരുപാട് വെയിലില്ലാത്ത സ്ഥലത്തേക്കൊന്ന് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് വളർന്നു വരും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.